കുരിശിന് മുകളിലെ INRI എന്ന പദത്തിൽ നിന്നാണ് ഇൻറി എന്ന പേരുണ്ടായതെന്ന് അഭിപ്രായമുണ്ട്. പീഠാനുഭവ വാരത്തിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിവസമായ പെസഹ വ്യാഴാഴ്ച മലബാർ സഭയിൽ ഇൻറി അപ്പം ഉണ്ടാക്കുന്നു. പുളിയാത്തപ്പം എന്ന് ഇതിന് പേരുണ്ട്. ഈ അപ്പത്തിനുള്ള മാവ് കുഴയ്ക്കുന്നതും പാകം ചെയ്യുവാൻ പ്രധാനമായി സഹായിക്കുന്നതും വീട്ടിലെ കാരണവരായിരിക്കും. ഓശാന ഞായറാഴ്ച വിതരണം ചെയ്ത് കുരുത്തോലയുടെ ഭാഗം കൊണ്ട് ഒരപ്പം മുദ്ര വയ്ക്കുന്നു. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന അപ്പം പെസഹ വ്യാഴാഴ്ച വൈകിട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ഭക്ഷിക്കുന്നു. അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഒരു കുടുംബത്തിൽ നിന്നും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വർഷം ബന്ധപ്പെട്ട കുടുംബങ്ങളിൽ അപ്പം പുഴുങ്ങാറില്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് കുടുംബനാഥന്റെ നേതൃത്വത്തിൽ പെസഹ അത്താഴം കഴിച്ചതിന്റെ പാരമ്പര്യമാണിത്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭയിൽ ആരംഭത്തിൽ തന്നെ യഹൂദ ക്രൈസ്തവരുടെ സജീവ സാന്നിധ്യവും സ്വാധീനവും ഉണ്ടായിരുന്നു. അവരിൽ നിന്നും ലഭിച്ച അറമായ ഭാഷയിലുള്ള ആരാധനാക്രമവും ആചരണങ്ങളും നസ്രാണി സമുദായ പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകമായി. ദ്രാവിഡ സംസ്കാരത്തിലെ മൺറയോടൊപ്പം യഹൂദരുടെ സിനഗോഗ് സംവിധാനവും അവരുടെ പള്ളിയോഗത്തിനും രൂപം നൽകി.